നേരത്തെ പറഞ്ഞ പോലെ ജയറാമേട്ടന്റെ സ്റ്റൈലില് നല്ല സുന്ദരനായിട്ട് ഒരു വേണേ ഒരു കുറിയൊക്കെ തൊട്ട് കഴിഞ്ഞ് അമ്പലത്തിൽ പോയിട്ട് വരുന്ന പോലെ ജയറാം അഭിറാം അതുകൊണ്ടല്ലോ ജയറാം അഭിറാം എന്തോ ഒരു നിങ്ങൾ തമ്മിൽ എന്തോ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് സൗന്ദര്യത്തിന്റെ കാര്യത്തിലൊക്കെ. ഉണ്ടല്ലേ? താങ്ക് യു. ജയറാമേട്ടൻ എന്ത് വിചാരിക്കാവോ? ക്യാരക്ടറിന് പറഞ്ഞതുപോലെ ഒരു ഗാനമേള ഒരു ഓർക്കസ്ട്ര ട്രൂപ്പിൽ സിംഗറായിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷെ ഈ സിനിമ നടക്കുന്ന ഒരു ടൈം സ്പാനിൽ ഞാൻ പാട്ടൊന്നും പാടുന്നില്ല. പക്ഷേ ഈ കഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പൊ എനിക്ക് പൊതുവെ അങ്ങനെ ഒരു അനുഭവം അറിയില്ല. അതുകൊണ്ടല്ലേ അതറിയാം. കഥാപാത്രം മാത്രം ബാക്കി പറഞ്ഞിട്ടില്ല. ദേവൻ ഇത് കഥ പറയുമ്പോൾ ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ എന്നെ ആകർഷിച്ചത് കഥ തന്നെയാണ്. ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു നല്ലൊരു ഇപ്പോൾ ഇവൻ ഇത് ആക്ഷൻ ഡ്രാമ എന്നൊക്കെ പറയുമെങ്കിലും കോമഡി എന്നൊക്കെ പറയുമെങ്കിലും ഞാൻ അതിനൊരു ഡാർക്ക് ഹ്യൂമറായിട്ടാണ് കാണുന്നത്. കാരണം പലപ്പോഴും നമ്മൾ യഥാർത്ഥമായിട്ടത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിരി വരാത്ത ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ചിരിക്കേണ്ട ഒരു സാഹചര്യമായിരിക്കില്ല. പക്ഷെ ആ സാഹചര്യത്തിൽ പോലും ചിരിച്ചു പോകുന്ന അവസ്ഥയുണ്ട് ഈ പടത്തിൽ. അത്രയും ഡാർക്കായിട്ടുള്ള ഒരു റിയാലിറ്റി മീറ്റ് ചെയ്യുമ്പോൾ പോലും ക്യാരക്ടേഴ്സ് അങ്ങനെ ആയതുകൊണ്ട് അതിനകത്തൊരു ഹ്യൂമർ വരുന്നുണ്ട്. പിന്നെ ദേവൻ ഡയലോഗ്സിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ പെർഫോമൻസിന്റെ കാര്യത്തിലാണെങ്കിലും വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു അക്കാര്യത്തിൽ. അതായത് നിങ്ങളായി നിങ്ങളുടെ പാടായി എന്നുള്ളതല്ല. ഈ പറഞ്ഞ കൂളായിട്ട് നിൽക്കുകയാണെങ്കിലും നമ്മൾ എന്തെങ്കിലും കൈ നീട്ടാ നന്നായിട്ട് അത് വേണ്ടെന്ന് പറയും. കാരണം എഴുതി വെച്ചിട്ടുണ്ട്, അത്രയും ക്ലിയർ ആയിട്ട് ക്രിസ്റ്റലായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. സുധീഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചില സ്ക്രിപ്റ്റ് അങ്ങനെയുണ്ട്. എനിക്ക് ഇതിന് മുന്നേ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് അനുഭവം ഉള്ളത് ജാനമൻ എന്ന് പറഞ്ഞ സിനിമ. കാരണം അതിനകത്തൊന്നും നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യം, അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് അതേപോലെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കായി എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ എനിക്ക് തോന്നിയൊരു സ്ക്രിപ്റ്റാണ്. ഞാൻ പൊതുവേ എന്നെ അങ്ങനെ എനിക്കാരും സ്ക്രിപ്റ്റ് തരാറുമില്ല, അല്ലെങ്കിൽ ഞാൻ സ്ക്രിപ്റ്റ് ചോദിക്കാറുമില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ആകെപ്പാടെ പോയിട്ട് 4-5 ദിവസം അഭിനയിക്കേണ്ട കേസാണ്. ഈ കഥ മൊത്തം വായിച്ച് തലയിൽ കയറ്റി ഇതിന് ഞാൻ നാട്ടുകാരെടുത്ത് പറഞ്ഞു, നാട്ടുകാരൊക്കെ കഥ ഇറങ്ങി, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ കഥയൊന്നും കേൾക്കാത്ത തോന്നുന്നത്. പക്ഷെ ഇവൻ അക്കാര്യത്തിൽ ഇവൻ എന്നെ കാണണമെന്ന് വാശി പിടിച്ച് ഞങ്ങൾ മഞ്ഞുമൽ ബോയ്സ് ഷൂട്ട് ചെയ്യുമ്പോൾ കാലടിയിലായിരുന്നു അതിൻ്റെ സെറ്റ് ഇട്ടത്. ആ സെറ്റിനകത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയം അത് എത്ര കൊല്ലം മുന്നേ 2 കൊല്ലമായി 2 കൊല്ലമായി മഞ്ഞുമൽ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ദേവൻ വന്നിട്ട് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് കഥ പറയേണ്ട കാര്യമുണ്ട്. ഒന്നാമത് ഗണേഷ് ചേട്ടൻ ലക്ഷ്മി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം, ജാനവനാണെങ്കിലും അവരാണ് ചെയ്തത്, ഫാലിമി ആണെങ്കിലും അവരാണ് ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം അവരൊരു പടം തുടങ്ങുമ്പോൾ അവർ നമ്മൾ വിളിക്കും, നമ്മൾ പോവാന്നുള്ള. അല്ല ദേവൻ കഥ പറയണമെന്നോ, ഞാൻ കഥ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എന്തായാലും ഞാൻ വരുമല്ലോ, എന്തായാലും ഞാൻ വരും. അപ്പോൾ അങ്ങനെ ഇവൻ കഥ പറയാൻ വന്നു, കഥ കേട്ട്. പക്ഷെ ഇവൻ ആ സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻ വെച്ചപ്പോഴേക്കും ഞാൻ ആ കഥ മറന്നുപോയായിരുന്നു. സ്ക്രിപ്റ്റ് റീഡിങ്ങിൽ വീണ്ടും ഓർമ്മ വന്നു, ഷൂട്ടിങ്ങിന് പോയപ്പോഴേക്കും വീണ്ടും ഞാൻ മറന്നുപോയി, എനിക്കിത് ഓർമ്മയില്ല എന്താ. പക്ഷെ അത് എന്നാലും ആ സമയത്തേക്കും നമുക്കൊരു ഫൗണ്ടേഷൻ കിട്ടിയായിരുന്നു, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ കിട്ടിയായിരുന്നു. അപ്പോൾ കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയായിട്ടുള്ള കണ്ട ക്രൂ ഉണ്ടല്ലോ, ഐ മീൻ നമ്മുടെ ടെക്നിക്കലി വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സുധീഷ് ചേട്ടനൊക്കെ എപ്പോഴും പറയും ഉഗ്രം ക്യാരക്ടറാണ്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ളത്. സുധീഷ് ചേട്ടൻ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട്, അങ്ങനെയല്ലേ പറയേണ്ടത്, സുധീഷ് ചേട്ടൻ സുധീഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു സീനിയർ എന്നുള്ള ഒരു ജാടയില്ലാത്ത